कि नेपाल का रुपया कोई प्रॉब्लम नहीं है, बांग्लादेश की करेंसी को कोई प्रॉब्लम नहीं है, पाकिस्तान की करेंसी को कोई प्रॉब्लम नहीं है, श्रीलंका की करेंसी को कोई प्रॉब्लम नहीं है। हमारे अड़ोस पड़ोस में छोटे 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 देशों को भी डॉलर के मुकाबले में कोई नुकसान नहीं हो रहा है। जिस प्रकार से डॉलर मजबूत होता जा रहा है, रुपया कमजोर होता जा रहा है, और मैंने साफ मांग की है, ये सिर्फ आर्थिक कारणों से नहीं हुआ है, ये आपकी भ्रष्ट राजनीति जो चली है दिल्ली से, उसका इसके अंदर बहुत बड़ा रोल है। बहुत गंभीरता से आरोप लगा रहा हूं। കഴിഞ്ഞ ദിവസം ഒരു സംഘി എൻ്റെ വീഡിയോൻ്റെ താഴത്ത് വന്നൊരു കമൻറ്റ് ഇട്ടു, അല്ല ചെങ്ങായി എനിക്ക് ഈ രൂപയുടെ മൂല്യം കുറഞ്ഞതിന് എന്താ കുഴപ്പം, അല്ലെങ്കിൽ ഡോളർ ഇങ്ങനെ കുതിച്ചു വരുമ്പോൾ മൂല്യം പോകുന്ന രൂപക്ക് നിന്റെ മൂലത്തിൽ വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇത് നമുക്കല്ലേ പ്രശ്നം എന്ന് ചോദിച്ചപ്പം അടുത്ത കമൻറ്റ്, എന്ത് പ്രശ്നം, ഇന്ത്യയിൽ ജീവിക്കുന്ന ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നം പെടില്ലല്ലോ, വിദേശത്തു നിന്നുള്ള ആൾക്കാർ കുറെ പൈസ അങ്ങോട്ട് അയച്ചുകൂടാ, നമുക്ക് മെച്ചല്ലേ, നമുക്ക് ഇന്ത്യയിലോട്ട് പൈസ അങ്ങനെ ഇഷ്ടം പോലെ വരില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ സുഖമായിട്ട് ഞങ്ങളുടെ ബയോളജിക്കൽ ദൈവത്തിന്റെ കടാക്ഷം കൊണ്ട് ഞങ്ങൾ കാഷ്ടിച്ച് ജീവിക്കുന്നു ആ ഒരു സംഖ്യ പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു പടച്ചോൻ ഈ സംഖ്യനോട് ഇപ്പം എങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കും. പൊതുവെ സംഖ്യനോടൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് വലിയ ടാസ്ക് അല്ല, അതൊരു ബാലി കയറാൻ മല എന്നൊക്കെ പറയും, നടക്കാത്ത കാര്യമാണ്. അപ്പം പിന്നെ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും കുറച്ചൊരു മോഡറേറ്റ് സംഖ്യകളൊക്കെ ഉണ്ടാവില്ലേ, ഈ കട്ട സംഖ്യകളല്ലാതെ മോഡറേറ്റ് ചിന്താഗതി, എന്തോ നമ്മൾ ഈ മറ്റേ ദൈവത്തിന്റെ PR കാരണം ദൈവം ഇവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ആ തോന്നലുള്ള ആ ഒരു ബയോളജിക്കൽ ദൈവത്തിന്റെ PR വീണ് കിടക്കുന്ന ചില സംഖ്യകളുണ്ട്. ഓർക്കെങ്കിലും കാര്യം മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഈ രൂപയുടെ തകർച്ച കൊണ്ട് നമുക്ക് വല്ല പ്രശ്നമുണ്ടോ, ഇതിന്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നൊക്കെ, ഇനി ഞാൻ വലിയ സാമ്പത്തിക വിദഗ്ധനൊന്നും അല്ലാത്തതുകൊണ്ട് ഇതിന്റെ ബേസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ബേസിന്റെ നെക്സ്റ്റ് ലെവലിലോട്ടുള്ള കാര്യങ്ങൾ കുറേയൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പം ബേസ് അല്ലാതെ കുറച്ചും കൂടെ സിമ്പിളായിട്ട് എങ്ങനെ പറഞ്ഞുതരാം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നോക്കുന്നത്. ഏതാണെങ്കിലും സംഖ്യ കാണണമെന്ന് അറിയില്ല, പിന്നെ അതല്ല സത്യത്തിൽ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയണം എന്ന് ഏതെങ്കിലും സംഖ്യക്കുണ്ടെങ്കിൽ ഒരു 3-4 പോയിന്റുകൾ പറയാമെന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എന്താണ് രൂപയുടെ തകർച്ച കാരണം? പണ്ട് ഓർക്കുന്നുണ്ടോ മോദിജി ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു തട്ടീനിത് ₹1 ഇങ്ങനെ താഴോട്ട് പോയത്, അത് തന്നെ അവസ്ഥ. ഇപ്പൊ അങ്ങ് താഴോട്ട് പോയിട്ട് മോദിജിക്ക് വരെ കുമ്പിട്ടെടുക്കാൻ പറ്റാത്ത അവസ്ഥ, എന്താ ഊരവളയെ, അത് ബുദ്ധിമുട്ടാണ്, വലിയ ബുദ്ധിമുട്ടാണ്. പ്രായമൊക്കെ മനുഷ്യനല്ലേ, ദൈവമാണ്, ഞാൻ ബയോളജിക്കൽ ദൈവം എന്നൊക്കെ സ്വയം പറഞ്ഞു കഴിഞ്ഞാലും പറച്ചോൻ അറിഞ്ഞൂടെ ഇയാൾ മനുഷ്യനാന്നുള്ളത് അല്ലേ, നമ്മുടെ നാട്ടിൽ നമുക്ക് അറിയാലോ. അപ്പം ആ ഒരു തട്ടിയതാണ്, പിന്നെ അങ്ങോട്ട് മേലോട്ട് പൊന്തിട്ടില്ല രൂപ, അത് അവിടെ തന്നെ കിടക്കുക, അവിടെ നിന്ന് ഇങ്ങനെ പാതാളം കുഴിച്ച് താഴോട്ട് പോകുന്നുണ്ട്. ഇനി അപ്പുറത്തേക്ക് ചാടി എത്തുമെന്ന് അറിയില്ല, അപ്പോഴേക്കും ഇവിടെ രാജ്യം പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഈ രൂപയുടെ മൂല്യത്തകർച്ച കൊണ്ട് എന്തുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നാലും ഇതിന്റെ ക്രെഡിറ്റ് ഒന്നും മോദിജി എടുക്കാറില്ല കേട്ടോ. മോദിജി അങ്ങനത്തെ ക്രെഡിറ്റുകളും കാര്യങ്ങളൊന്നും ഒരിക്കലും എടുക്കാറില്ല. അതാണ് മോദിജി, ക്രെഡിറ്റ് വേണ്ട മോദിജിക്ക്. ഇനി ഇതിലുള്ള ഒരു ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. ഇതുകൊണ്ട് എന്താണ് നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്നത്. ഈ ഡോളറിന്റെ ഡിമാൻഡ് കൂടി വരും. ഡോളറിന്റെ ഡിമാൻഡ് കൂടി വരും. കാരണം നമ്മൾ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എന്തൊരു തരത്തിലുള്ള ബിസിനസ് നിങ്ങൾ എടുത്തോ, ഏതൊരു കറൻസി കൈമാറ്റങ്ങൾ നമ്മൾ പുറത്തുനിന്ന് ചെയ്യുമ്പം, നമ്മൾ ഈ ഇറക്കുമതി കയറ്റുമതി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡോളർ എടുത്തിട്ടാണ് പൈസ ചിലവാക്കുക. ഡോളർ ചിലവാക്കിയിട്ടാണ് നമ്മൾ സാധനം വാങ്ങിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് വിദേശത്തുനിന്ന് ഞാൻ 100 രൂപ അങ്ങോട്ട് ഇട്ടിട്ട് ഡജിക്കോട്ട് സാധനം അയച്ചിട്ടുണ്ട്, അത് നടക്കില്ല. അത് ഇന്ത്യൻ്റെ അകത്തേ നടക്കുള്ളൂ. പുറത്തുനിന്ന് ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ ഡോളർ കൊടുക്കണം. എന്താ ഈ ഡോളറാണ് എല്ലാ സ്ഥലങ്ങളിലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ബേസ് കറൻസി ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പം ഡോളറിന്റെ ഈ ഒരു ലഭ്യത കുറഞ്ഞ് ഡിമാൻഡ് കൂടി വരുന്ന ഒരു അവസരം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പൈസന്റെ മൂല്യം കുറഞ്ഞു പോകുന്നത്. അപ്പം നമുക്കിപ്പം എന്താ പറയുക, ഒരു ഡോളറിന് സാധനം പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ കൊടുക്കണം, $1 ഒന്നും നമുക്ക് കിട്ടണമെങ്കിൽ. ആ ഒരു അവസ്ഥയിലോട്ടാണ് ഇത് എത്തിയിട്ടുള്ളത് ഇപ്പോൾ. കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ കയറ്റുമതിനേക്കാളും ഏകദേശം ഡബിളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഇറക്കുമതി മറ്റ് സ്ഥലങ്ങളിൽ സാധനങ്ങളോട്ട് ഇറക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ ചൈനയിൽ നിന്നാണെങ്കിലും US അമേരിക്കയിൽ നിന്നാണെങ്കിലും ജപ്പാനിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും നമ്മൾ സാധനങ്ങൾ ഇങ്ങോട്ട് കൂടുതൽ ഇറക്കുക ചെയ്യുന്നത്. അപ്പം നമ്മൾ കൂടുതൽ സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുന്ന സമയത്ത് ഈ ഡോളറിൻ്റെ ഈ ലഭ്യത അല്ലെങ്കിൽ ഡോളറിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന പണി എന്താണെന്നറിയോ, നമ്മൾ തോനെ ഇന്ത്യൻ്റെ പൈസ കൊടുക്കണം. പണ്ട് നമ്മൾ ഒരു 100 രൂപ കൊടുത്തൊരു സാധനം വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഈ മൂല്യത്തകർച്ച, നമ്മുടെ രൂപയുടെ തകർച്ച വരുമ്പോൾ എന്താ പറയുക, നമ്മളത് കൂടുതൽ കൊടുക്കണം. അങ്ങനെ കൂടുതൽ കൊടുക്കുമ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥക്കാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ആ ചോദിച്ച സംഖ്യനോണ്ടാണ് പറഞ്ഞിട്ട് നമുക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ തോനെ പൈസ കൊടുത്തിട്ട്, പണ്ട് നമ്മൾ നമ്മുടെ മൻമോഹൻ സിംഗ് പോകുമ്പോൾ 63
രൂപ കൊടുത്തിട്ട് ഒരു ഡോളറിൻ്റെ ഒരു സാധനം വാങ്ങിക്കുമ്പം ഇന്ന് നമ്മൾ അതേ സ്ഥാനത്ത് നമ്മൾ 89-90 രൂപ കൊടുക്കണം ആ സാധനം കൊണ്ട് വാങ്ങിക്കണമെങ്കിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ സാധനം നമ്മൾ അങ്ങനെ ഇന്ത്യയിലോട്ട് ഇറക്കുമതി ചെയ്യും. ഈ ഇറക്കുമതി ചെയ്യുമ്പോൾ കുറേ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പം ഈ ഇവിടെ നിന്നൊക്കെ 10 റുപ്യൻ്റെ സാധനമാണ് ഇന്ന് വാങ്ങിച്ചെങ്കിൽ ആ സംഖ്യനോണ്ടെങ്കിൽ പറയാനുള്ളത് ഇനി അത് 12 റുപ്യ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓരോ സാധനത്തിനും വില കൂടിക്കൊണ്ട് വരും. അപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഇതെങ്ങനെ എഫക്ട് ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡോളറിൻ്റെ മൂല്യം കൂട്ടി പൈസൻ്റെ മൂല്യം കുറയുമ്പോൾ നമ്മൾ തോനെ പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കുമ്പം അതേ സാധനം ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് പൈസ കൊടുക്കണം. അതിനാണ് ഈ വിലക്കയറ്റം. അപ്പോൾ ഡോളറിൻ്റെ മൂല്യം കൂടുന്നതനുസരിച്ച് നമ്മുടെ നാട്ടിൽ വിലക്കയറ്റം കൂടി വരും. ഇതാണ് ഒരു പോയിന്റ്, നോട്ട് ചെയ്ത് വെച്ചോ. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ഈ ക്രൂഡ് ഓയിലിന്റെ നിങ്ങളിപ്പം എണ്ണവിലയും ഈ പറയുന്നതും എങ്ങനെ കണക്ട് ചെയ്യാമെന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ നമ്മളൊക്കെ മലയാളികളൊക്കെ ആണെങ്കിൽ നമ്മൾ ആശ്രയിക്കുന്ന ഒരു സാധനമാണല്ലോ പെട്രോൾ അല്ലേ. അപ്പോൾ നമ്മൾ ഈ ക്രൂഡ് ഓയിലിന്റെ ലഭ്യത കുറഞ്ഞു വരുന്നൊരവസ്ഥ, അത് ക്രൂഡ് ഓയിലിന്റെ ലഭ്യത കുറേ കാരണങ്ങളുണ്ട്. ഈ എണ്ണവില കൂടാൻ, ഈ ക്രൂഡ് ഓയിലിന്റെ വില കൂടാൻ, എണ്ണവില കൂടാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെ മിഡിൽ ഈസ്റ്റിലെ യുദ്ധങ്ങളും അല്ലെങ്കിൽ ഈ പശ്ചിമേഷ്യൻ യുദ്ധങ്ങളും ഹൂത്തികളുടെ ആക്രമണവും ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അവിടെ നടക്കുമ്പം നമുക്ക് ചില സ്ഥലങ്ങളിൽ നിന്ന് ഈ എണ്ണ കിട്ടാണ്ടാവും അല്ലേ, നമ്മൾ ക്രൂഡ് ഓയിൽ കിട്ടാണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നമ്മൾ റഷ്യൻ്റെ അടുത്ത് പൈസ കുറച്ച് വാങ്ങി നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്തു, നമ്മൾ അമേരിക്കൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ മറ്റ് മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ കൂടുതൽ പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ കൂടുതൽ കാശ് കൊടുത്തിട്ട്. അപ്പോൾ ഈ കാശ് എന്താണ്, നമ്മൾ വീണ്ടും ഈ കാശ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡോളറിലാണ് അങ്ങോട്ട് കൊടുക്കുന്നത് അല്ലേ. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കാനാണെങ്കിലും നമ്മൾ റഷ്യയിൽ നിന്നും ഡോളർ തന്നെ കൊടുത്തു, പക്ഷേ ഡോളറിന് പൈസ കുറവായിരുന്നു. അപ്പോൾ കുറച്ച് മൂല്യം കുറവായത് നമുക്ക് കുറച്ച് പൈസക്ക് സാധനം കിട്ടും, നമ്മൾ ഓക്കെ ആയിരുന്നു. ഇതേ സ്ഥാനത്ത് നമ്മൾ ഇനി കുറേ ഈ പറഞ്ഞ എന്താ പറയുക ഡോളർ കൊടുത്തിട്ട് വേണം നമ്മൾ ഇനി ഈ സ്റ്റോക്ക് വാങ്ങിക്കാൻ. ഏകദേശം 85% നമ്മൾ ക്രൂഡ് ഓയിൽ പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ആകെ 10-15% മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ഇത് കൊടുത്ത് ഇത്രയും വലിയ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നമ്മൾ ഡോളറിന് ഓൾറെഡി ഡിമാൻഡഡ് ആണ് ഇപ്പോൾ അല്ലേ. നമ്മൾ ഏതായാലും താന്ന് ഇങ്ങനെ പൂത്തി നിൽക്കാൻ നമുക്കറിയാം. അപ്പോൾ ഡോളർ ഡിമാൻഡുള്ള സമയത്ത് നമ്മൾ ഒരുപാട് പൈസ, നമ്മളെ മൂല്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ വലിയ പൈസ നമ്മളെ കയ്യിൽ നിന്നുള്ള രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഇനി ക്രൂഡ് ഓയിൽ വാങ്ങിക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താവും, നമ്മുടെ പെട്രോളിനും വില കൂടും. ഒരു പോയിന്റ് ഇവിടെ ഇന്ത്യക്ക് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. സാധനങ്ങൾക്ക് വില കൂടും, അതുപോലെ നമ്മളെ പെട്രോൾ ഏറ്റവും കൂടുതൽ ആൾ യൂസ് ചെയ്യുന്ന പെട്രോളിന് വില കൂടും. എന്താ, നമ്മൾ തോനെ പൈസ രൂപ കൊടുത്തിട്ട് വേണം ഡോളറിന് നമ്മൾ അത് വിനിമയം ചെയ്യാൻ വേണ്ടിയിട്ട് പെട്രോൾ കൊണ്ട് വാങ്ങിക്കണമെങ്കിൽ. ഇങ്ങനെ വരുമ്പോഴും നമുക്കിവിടെ ഒരു വിലക്കയറ്റം ഈ കാര്യത്തിൽ നമുക്കുണ്ടാവും. ഇത് രണ്ടാമത്തെ ഒരു പോയിന്റാണ്, നോട്ട് ചെയ്ത് വെച്ചോട്ടോ സംഗി. പിന്നെ നമ്മുടെ ഇന്ത്യയിലോട്ടുള്ള ഒരു ഡോളറിൻ്റെ ഒഴുക്ക് കുറയാനുള്ള ഒരു കാരണം വേറൊരു കാരണമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലോട്ടുള്ള നമുക്ക് ഡോളറിൻ്റെ ലഭ്യത കുറയാനുള്ള മറ്റൊരു കാരണം നമ്മൾ ട്രംപിൻ്റെ താരിഫ്. ഞാൻ ഇന്നലെ ആരോ ഒരു വീഡിയോ ഇട്ടിട്ടു, നമ്മുടെ മോദിജി മറ്റേ 8.2 മറ്റേ എന്താ പറയുക നമ്മുടെ തേർഡ് ക്വാർട്ടറിൽ വരുന്ന GDP-യുടെ ഇത് പറഞ്ഞിരുന്നില്ലേ, ഇന്ത്യ നമ്മുടെ ഫസൽക്കാരായിട്ട് എന്തുകൊണ്ട് പൊട്ടൻ എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. മോദിജി ഇതാ പിടിച്ചു നിന്നു, നമ്മൾ താരിഫ് യുദ്ധം ഉണ്ടായിട്ട് പോലും നമ്മളിതാ കുതിച്ചുയരാന്ന്. ഈ മരവാണത്തിന് അറിയില്ല യഥാർത്ഥത്തിൽ എന്താ നടന്നത് എന്നുള്ളതും, നമ്മൾ IMF കൊണ്ട് സബ്മിറ്റ് ചെയ്ത ഡാറ്റ കംപ്ലീറ്റ് തെറ്റാണെന്നുള്ളതും, നമ്മൾ യൂസ് ചെയ്തത് ഇപ്പോഴും നമ്മുടെ ബേസ് പ്രൈസ് ആയിട്ട് 2012-ലെ ബേസ് പ്രൈസുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ സകല സാധനങ്ങളും GDP കണക്ക് കൂട്ടിയതെന്നുള്ളതും ഈ മരപ്പൊട്ടൻ അറിയില്ല. അത് മാത്രമല്ല, ട്രംപിൻ്റെ ഇഷ്യൂ വന്നത് സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ നവംബർ സമയത്തോട്ടാണ് നമുക്ക് ട്രംപിൻ്റെ എഫക്ട് ഏറ്റവും കൂടുതൽ വന്നതില്ലേ. ഇത് അതിൻ്റെ മുമ്പത്തെ ഡാറ്റയൊന്നും ഈ മരമണ്ടൻ അറിഞ്ഞൂടാ. ഇങ്ങനത്തെ കുറേ മണ്ടന്മാരുണ്ട് കേട്ടോ. മോദിജി പറ്റിക്കുമ്പോൾ ഇതുപോലെ പറ്റി വന്നിട്ട് മെസ്സേജും അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന മണ്ടന്മാരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മണ്ടന്മാരുണ്ടോ ഞാൻ പറഞ്ഞിരുന്നത്. നമ്മൾ ഇപ്പോൾ രൂപയുടെ ഇതൊന്നും അവന്മാർക്ക് അറിയില്ല കേട്ടോ, രൂപയുടെ എഫക്റ്റോ കാര്യങ്ങളൊന്നും അറിയില്ല. മോദിജി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇനി ഞങ്ങൾക്ക് അതാണ്, ഞങ്ങളുടെ ദൈവം പറഞ്ഞിട്ടുണ്ട്, ആ ഒരു എഫക്റ്റാണ്. അപ്പം നമ്മൾ ഈ ഒരു എന്താ പറയുക ട്രംപ് നമ്മുടെ താരിഫ് കൂട്ടി വെച്ചില്ലേ, താരിഫ് കൂട്ടി വെച്ച സമയത്ത് ഏകദേശം 25+25 ഏകദേശം 50% താരിഫ് കൂട്ടിയപ്പം നമ്മൾ ഇവിടുന്ന് കയറ്റുമതി എല്ലാം ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഭയങ്കരമായിട്ട് എന്നല്ല, നമ്മൾ US-ലോട്ട് വിട്ടുകൊണ്ടിരുന്ന പകൽ 10% പോലും വിടാത്ത അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. അതായത് നമ്മളെ ഓർണമെൻറ്റ്സ്, എന്താ പറയുക നമ്മുടെ തുണി നമ്മുടെ ക്ലോത്തിങ് മെറ്റീരിയൽസ്, സീ ഫുഡ് മെറ്റീരിയൽസ്, മരുന്നുകൾ, ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾക്ക് ഇത് എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇത് അങ്ങോട്ട് പോവാണ്ടായി. ഇത്രയും പൈസക്ക് നമ്മൾ അങ്ങോട്ട് സാധനം ഇറക്കുമ്പോൾ പണ്ട് ₹1 കിട്ടിയ സാധനം US-ൽ $1 കിട്ടിയ സാധനം ഇനിയിപ്പോൾ 2-3 100% നേരെ ഡബിൾ പൈസ ആയി അവിടുത്തെ ആൾക്കാർക്ക് നമ്മുടെ ഇന്ത്യയുടെ പ്രോഡക്റ്റ് വേണ്ടാന്ന് വെക്കും. അങ്ങനെ വേണ്ടാന്ന് വെച്ചപ്പം ഈ സാധനങ്ങളെല്ലാം കൂടെ കെട്ടിക്കിടന്ന് ഇന്ത്യയിൽ കിടന്ന് നമ്മൾ ഈ സാധനം കെട്ടിക്കിടക്കുമ്പോൾ എന്ത് ചെയ്ത് നമ്മുടെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എന്താ പറയുക ഈ സാധനങ്ങൾ നമ്മൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ എക്സ്പോർട്ട് അങ്ങ് സ്റ്റോപ്പ് ആയിപ്പോൾ. ഇവിടെ ഈ എക്സ്പോർട്ട് സ്റ്റോപ്പ് ആയപ്പോൾ അവിടുന്ന് നമ്മൾ പൈസ കിട്ടിയത് നമ്മൾ അങ്ങോട്ട് വെക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് എന്താ കിട്ടിയിരുന്നത്, നമുക്ക് കിട്ടിയിരുന്നത് ഡോളറായിരുന്നു അല്ലേ. നമ്മൾ ഡോളറിലാണ് വിനിമയം ചെയ്യുന്നത്. ആ ഡോളറിൻ്റെ ഫ്ലോ ഉള്ളത് ഇന്ത്യയിലോട്ടുള്ള ഫ്ലോ കുറഞ്ഞത് കൊണ്ട് ഇവിടെ നമുക്കൊരു 8ന്റെ പണി കിട്ടി. ഇതൊരു പോയിന്റാണ്, സംഗി നോട്ട് ചെയ്തോ.
പിന്നെ അടുത്തൊരു പോയിന്റ്, ഈ FPI നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് എന്താ പറയുക, നമ്മുടെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും വരും. അതായത് വിദേശത്തെ ഇൻവെസ്റ്റേഴ്സ്, നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വിദേശത്തെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവർ നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് രൂപയിലല്ല, ഡോളറിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളെവിടെയിട്ട് വരുമ്പോൾ നമ്മളത് കൺവേർട്ട് ചെയ്തിട്ട് രൂപയിലോട്ട് മാറ്റിയിട്ടാണ് നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ കാണിക്കുന്നെങ്കിലും നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ ഇവിടുത്തെ ചില കമ്പനികൾക്ക് അല്ലെങ്കിൽ ചില സംഭവം ചില പലതിലും അവിടുന്ന് US ഇത്രയും പൈസന്റെ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്, പുതിയ ഇൻവെസ്റ്റർ കിട്ടിയാൽ ഇന്നാൾ ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റോക്കിലോട്ട്, നമ്മുടെ ഇത്രയും സ്റ്റോക്കുകൾ, ഇത്രയും വലിയ വലിയ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡോളറിലാണ്. അപ്പം നമുക്ക് ഇന്ത്യയുടെ ഈ രൂപയുടെ തകർച്ച വന്ന സമയത്ത് അവർക്ക് ഇപ്പം എന്താ പറയുക, അവരിങ്ങനെയുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, അപ്പം നമ്മളിവിടെ അവർ ചിന്തിക്കും, ഞങ്ങൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് റിട്ടേൺ കുറവാണ് കിട്ടുന്നത്, ഞങ്ങൾക്ക് ചെറിയ റിട്ടേൺ ഇന്ത്യയിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പം ഞങ്ങൾ എന്തിനും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഞങ്ങൾ ആ ഡോളർ ഞങ്ങൾക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ തന്നെ ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ, എന്താ ഡോളറിന് മൂല്യം കൂടുന്ന സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ, ഇവിടെ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് രൂപ ഓൾറെഡി തകർച്ചയിൽ കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ തകർന്ന രൂപയിലോട്ട് ഞങ്ങൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നത് കുറവാണ്. അതായത് ഇവിടെ ഇങ്ങനെ അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യില്ലേ, 90 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഡോളർ അവിടെ കിട്ടിയിട്ട് കാര്യമില്ല. ഇവിടെ ഇങ്ങനെ കുറയുമ്പോഴാണ് അവരവിടെ ഡോളർ ഇങ്ങോട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ നമ്മുടെ പല കമ്പനികളിലും ഇൻവെസ്റ്റ്മെന്റ് ബെറ്റർമെന്റ് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു എന്താ പറയുക, ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ആ ഇൻവെസ്റ്റ്മെന്റ് പിൻവലിക്കാനും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. അത് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ നിഫ്റ്റും അല്ലെങ്കിൽ നമ്മുടെ നിഫ്റ്റും ബാക്കി എന്ത് നിങ്ങൾ എടുത്തോ, ഏതൊരു സ്റ്റോക്ക് നിങ്ങൾ എടുത്തോ, ഇപ്പം നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ സ്റ്റോക്ക് ഭയങ്കരമായിട്ട് ഡൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഈ രൂപയുടെ തകർച്ച കാരണമാണ് ഈ ഒരു എഫക്റ്റ് നമുക്ക് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സംഭവിക്കുന്നത്. ഇത് മറ്റൊരു പോയിന്റാണ്, സംഗി നോട്ട് ചെയ്തോ. പിന്നെ മറ്റൊരു സംഭവം, ഈ അമേരിക്കൻ എന്താ പറയുക ബോണ്ട് ഈൽഡ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്, US ബോണ്ട് ഈൽഡ്. അതായത് ഈ ബോണ്ടിന്റെ ഈ നമ്മൾ ഇപ്പം ഇന്ത്യയിലോട്ട് ഇപ്പം ഒരു ബോണ്ട് വരുമാനത്തിലുള്ള ഉയർച്ച എന്ന് പറയും. ഇപ്പം നമ്മൾ ഒരാൾ ഗൾഫിൽ പോയി ജോലി ചെയ്തിട്ട് അവർക്ക് കിട്ടുമ്പം അവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇത് നമ്മുടെ രൂപ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ പൈസ കിട്ടുമ്പോൾ നമ്മൾ ഇന്ത്യയിലോട്ട് അയക്കുമ്പോൾ നമുക്ക് നല്ല പൈസ കിട്ടുന്നില്ലേ, അതേപോലെ ഇവരുടെ ബോണ്ടുകൾ നമ്മുടെ ഇന്ത്യൻ ഇപ്പം നമ്മളെ ഇവിടെ വന്നിട്ടുള്ള ബോണ്ട് ഇപ്പം ഇന്ത്യയുടെ ഇത് കുറയുമ്പം ഈ ബോണ്ട് റിട്ടേൺ ഒരുപാട് കൂടും. അപ്പം US ബോണ്ടിന്റെ റിട്ടേൺ കൂടുതലായിരിക്കും. ഇങ്ങനെ റിട്ടേൺ കൂടുമ്പോൾ എന്താണ് ഉണ്ടാകുന്നതെന്ന് അറിയാം. ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞു തരികയാണെങ്കിൽ, ഈ നിക്ഷേപിക്കുന്ന ഈ ബോണ്ടുകൾ ഉണ്ടല്ലേ, ഇന്ത്യയിൽ നിക്ഷേപിക്കുന്ന ബോണ്ടുകളുടെ വരുമാനം റിട്ടേൺ, അവർക്ക് കിട്ടുന്ന റിട്ടേണും അവർ US അവർക്ക് ഡോളറിന്റെ അന്തരം കുറയുന്നുണ്ട്. ഈ അന്തരം കുറയുമ്പോൾ അവർ ചിന്തിക്കും, ഞങ്ങൾ എന്തിനാണ് ഇപ്പം ഇത്രയും പൈസ ഇന്ത്യയിൽ ഇടുമ്പോൾ അവർക്ക് തോനെ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ ബോണ്ട് ഇടുന്നത്. ഇപ്പം ഈ വലിയ ബോണ്ടുകൾക്ക് ഇന്ത്യയിൽ ഈ വലിയൊരു അന്തരം ഇല്ലാണ്ട് ഇങ്ങനെ പോകുമ്പോൾ, ഇന്ത്യ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, പൈസ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എന്തിനാണ് ഇന്ത്യയിൽ ഇങ്ങനത്തെ ബോണ്ടുകൾ ഇടുന്നത്, അവർ ഈ ബോണ്ടുകൾ പിൻവലിക്കാൻ തുടങ്ങും. അപ്പോൾ അവർ ഈ ബോണ്ടുകൾ പിൻവലിക്കുമ്പം നമ്മുടെ വിപണിയിൽ അത് ഭയങ്കരമായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ വിപണിയിലാണ് ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഉയർന്നു വരുന്ന ഒരു വരുമാനം ലക്ഷ്യമാക്കിയിട്ട് ഇപ്പൊ ഇന്ത്യയിൽ വരുന്ന നിക്ഷേപകരുണ്ടല്ലേ, ഈ നിക്ഷേപകർ എന്ത് ചെയ്യും, ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, അവിടെ ഒരു സ്ഥിരത ഇല്ല, അവിടുത്തെ കറൻസിക്ക് ഒരു സ്ഥിരത ഇല്ല, അപ്പൊ അവിടെ കൊണ്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് വലിയ വരുമാനം ഞങ്ങൾക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ആ US ബോണ്ടൊക്കെ പിൻവലിച്ചിട്ട് അവരത് എന്താ പറയുക, അവർ US വിപണിയിലോട്ട് ഈ ബോണ്ടുകൾ ഇട്ട് തുടങ്ങും, അല്ലെങ്കിൽ ഈ പൈസ ഇട്ട് തുടങ്ങും. അപ്പം ഇത് നമ്മുടെ വിപണിയിൽ വീണ്ടും ഭയങ്കരമായിട്ട് ഇത് എഫക്ട് ചെയ്യും. ഇത് വേറൊരു പോയിന്റാണ്, മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ സംഗി മനസ്സിലാക്കി വെച്ചു. പിന്നെ നമ്മുടെ രൂപനെ കൂടുതൽ ദുർബലമാക്കിയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഇന്ത്യയിലെ ആളുകളുടെ, നമ്മുടെ ഒരു മിഡിൽ ക്ലാസ് ആളുകളുടെ ബൈയിങ് പവർ, അതായത് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത് കൂടുതൽ വിദേശ സാധനങ്ങൾ, നമ്മൾ ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ, നമുക്ക് വലിയ വലിയ നല്ല നല്ല പ്രൊഡക്റ്റുകൾ ഇല്ലാതെ വരുമ്പം നമ്മൾ വിദേശ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ തോന്നില്ല. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ, ഇപ്പം എന്താ പറയുക, നമുക്ക് ഡിമാൻഡ് കൂടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഡംബര വസ്തുക്കൾ, പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ, പിന്നെ വിദേശ വാഹനങ്ങൾ, പിന്നെ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഇന്ത്യൻ പ്രൊഡക്റ്റ് അല്ലാത്തതും പുറത്തുനിന്ന് വരുന്നതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ ഈ സാധനങ്ങളിലൊക്കെ ഡിമാൻഡ് നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ കൂട്ടിയപ്പോൾ നമ്മൾ അവിടുന്ന് നമ്മൾ ഈ സാധനം ഇറക്കാൻ ട്രൈ ചെയ്തു. ഈ സാധനങ്ങൾ നമ്മൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ പൈസ കൊടുക്കണം, കൂടുതൽ ഡോളേഴ്സ് കൊടുക്കണം. നമ്മൾ ഇവിടെ ഇത് വിനിമയം ചെയ്യുന്നതിന് പകരം നമ്മൾ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ വലിയ ഹൈ പ്രൈസ് കൊടുത്ത് വാങ്ങിക്കുമ്പം ഡോളറിന് വീണ്ടും അവിടെ ഡിമാൻഡ് കൂടും. എന്താ, ഡോളറിലാണ് നമ്മൾ വിനിമയം ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ഡോളറിന് വീണ്ടും വിനിമയം കൂടും, ഡിമാൻഡ് കൂടുമ്പം നമ്മുടെ രൂപക്ക് വീണ്ടും അടികിട്ടി. ഇത് നമ്മുടെ രൂപയുടെ എന്താ പറയുക, ഒരു മൂല്യ തകർച്ചയ്ക്കുള്ള ഒരു വലിയ കാരണമാണ്. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോയിൽ അതും ഒരു കാരണമായിട്ട് പിടിച്ചോ. ഇതാണ് അടുത്ത പോയിന്റ്, സംഗി നോട്ട് ചെയ്തോ. പിന്നെ പൊതുവേ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ RBI
RBIയുടെ സ്റ്റോക്ക് പൈസ വെച്ചിട്ട് നമ്മുടെ വിപണിയിലെ ചില സ്റ്റോക്കുകൾ വാങ്ങിച്ചു വെക്കും, ഹോൾഡ് ചെയ്ത് വെക്കും. അല്ല അവർ പൈസ ഇട്ടിട്ട്, അല്ലെങ്കിൽ RBIയുടെ ഫോറിൻ എന്താ പറയുക ട്രേഡിന്, അല്ലെങ്കിൽ ഫോറിൻ കറൻസിയുടെ ശേഖരമുണ്ട് നമ്മുടെ RBIയുടെ കയ്യിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ പൈസ കൂടുതൽ നമ്മുടെ വിപണിയിലോട്ട് ഇട്ടിട്ട്, RBI വിപണിയിലോട്ട് ഇട്ടിട്ട് നമ്മൾ ഈ രൂപയെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യും. ഇത് എപ്പോഴും ചെയ്യാറുള്ളതാണ്. ഇപ്പം 2025 ഒരു കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഫ്ലോട്ടിംഗ് റേറ്റ് RBI നമ്മുടെ വിപണിയിലിട്ട പൈസ, നമ്മുടെ സ്റ്റോക്കിലിട്ട പൈസ എന്ന് പറഞ്ഞാൽ ഏകദേശം $37.99 ബില്യൺ ഈ നമ്മുടെ RBI നമ്മുടെ ഫോറിൻ ഈ ഫണ്ട് കളക്ട് ചെയ്ത ഫണ്ട് ഇങ്ങോട്ട് ഇട്ടിട്ട് നമ്മളിത് കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്തത്. അപ്പം നമ്മളിങ്ങനെ ഇപ്പം RBIയുടെ കയ്യിലുള്ള ആ ഒരു ഫോറിൻ കറൻസി നമ്മളിങ്ങനെ ഇട്ടിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നാൽ കുറേ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ആ ഫോറിൻ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇല്ലാണ്ടായി പോലെ. നമ്മൾ ഡോളർ നമ്മുടെ കയ്യിൽ എടുത്ത് വെച്ചിട്ടുള്ള, RBIയുടെ കയ്യിൽ എടുത്ത് വെച്ചിട്ടുള്ള ഡോളറിന്റെ ലഭ്യത കുറഞ്ഞു വരും. അപ്പം ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോൾ RBI അത് സ്റ്റോപ്പ് ചെയ്തു. അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി ഇപ്പം 89-90 ലെവലിലോട്ട് പോയപ്പോഴും RBI ഇത് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ കംപ്ലീറ്റ് ഫോറിൻ ഇതങ്ങ് പോകും. അപ്പോൾ അത് ചെയ്യാതെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. കുറേ കിട്ടും, ഇത്രയും എമൗണ്ട് ഇട്ടു, ഇനി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് മൊത്തം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മുടെ കയ്യിൽ വിദേശ കറൻസി ഇല്ലാത്ത അവസ്ഥ വരും എന്നുള്ളത് കൊണ്ട് RBI അതങ്ങ് സ്റ്റോപ്പും ചെയ്തു. അതുകൊണ്ട് ഇപ്പം കംപ്ലീറ്റ് കൈവിട്ടൊരവസ്ഥയിലാണ് നമ്മുടെ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഉള്ളത്. ഇങ്ങനത്തെ ഒരുപാട് കാരണങ്ങൾ കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ രൂപയുടെ തകർച്ചയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ തകർച്ച കാരണം നമുക്ക് വരാൻ പോകുന്ന പല എഫക്റ്റുകളുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പം എന്നോട് ആ ചോദ്യം ചോദിച്ച സംഖ്യനോട് എനിക്ക് പറയാനുള്ളത്, അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിക്കോ. കാരണം എന്താണ് ഈ നമ്മുടെ രൂപയുടെ മൂല്യത്തിൻ്റെ തകർച്ച വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് എഫക്റ്റ് ചെയ്യാമെന്നാണ് ഈ പറഞ്ഞത്. അപ്പം അറ്റ്ലീസ്റ്റ് സംഖ്യകളെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെ രാജ്യം എങ്ങനെയാണ് പോകുന്നത്. അതല്ലെങ്കിൽ നിങ്ങളുടെ ദൈവം കണ്ട പൊട്ടിച്ച വെടികളല്ല യഥാർത്ഥത്തിൽ വെടി നമുക്ക് പിന്നിൽ വന്ന് ഇടിക്കും, അല്ലെങ്കിൽ ഇടിച്ച് കുത്തി കയറും എന്നുള്ളത് ഒന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഇനിയിപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി വരാനുള്ള ചില കാര്യങ്ങൾ എന്ത് ചെയ്യാമെന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ഈ രൂപയുടെ ഈ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ പറയുക, ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത്. നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടണം. നമ്മൾ ഇതേപോലെ ട്രംപിനോട് വാശി പിടിച്ച് നിന്നിട്ടും, അല്ലെങ്കിൽ നമ്മൾ ട്രംപ് വിളിക്കുമ്പോൾ ഫോൺ എടുക്കൂല, ഞാൻ പിണക്കാണ്, ദൈവത്തിന് അങ്ങനെ പറ്റിക്കാനും നോക്കണ്ട, ദൈവം പറഞ്ഞാൽ അങ്ങോട്ട് വെക്കണം എന്ന് പറഞ്ഞാലും നടക്കൂല കാര്യങ്ങൾ. നമ്മുടെ ഫോറിൻ പോളിസീസ്, നമ്മുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ കൂട്ടാനുള്ള കാര്യങ്ങളും പദ്ധതികളും നോക്കുക. അതല്ലാണ്ട് ഇവിടെ പള്ളി വിളിച്ച് അമ്പലം ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മുടെ അലഹബാദിന്റെ പേര് സീതാനഗരാക്കണം, അല്ലെങ്കിൽ രാംനഗറിന്റെ പേര് വേറെ വല്ല പേരും ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പേര് മാറ്റൽ ചടങ്ങും ഇമാതിരി പരിപാടികളും ചെയ്തുകൊണ്ടിരുന്നാലും നമ്മൾ മുഞ്ചി തെറ്റി അവസാനം നിൽക്കും. നമ്മൾ ഡ്രാമ കാണിക്കരുതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ഡ്രാമ ആക്ടർ, അല്ലെങ്കിൽ നമ്മളൊക്കെ മുമ്പിൽ ഡ്രാമ കാണിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബയോളജിക്കൽ ദൈവം തന്നെയാണ്. അത് അറ്റ്ലീസ്റ്റ് എൻ്റെ പൊന്നു സംഖ്യകളെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നന്ന്, എല്ലാവർക്കും നന്ന്, നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവർക്കും നന്ന്. അല്ലാണ്ട് കണ്ടവൻ്റെ എന്താ പറയുക ഫോണിൽ ഒളിക്യാമറ വെക്കാനും ജെഡിൻ്റെ ഉള്ളിൽ മറ്റേ സാധനം കുത്തിക്കയറ്റാനും നല്ല നോക്കേണ്ടത്. അതല്ലാത്ത നമ്മുടെ രാജ്യം തകർന്നുകൊണ്ടിരിക്കുന്ന കുറേ പരിപാടികളുണ്ട്. ഇതിലൊക്കെ വിക്രസും കൊനിഷ്ടും കുറുക്ക് ബുദ്ധിയും കുരുട്ട് പരിപാടികൾ ചെയ്യാണ്ടിരുന്നാൽ തന്നെ രാജ്യം മെച്ചപ്പെടും. അങ്ങനെ വല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിനോടൊന്ന് പറയും പ്ലീസ്.